ഓം അമൃതേശ്വരിയെ നമഃ. ദീർഘനാളിന് ശേഷമാണ് അമ്മ കേരള യാത്ര നടത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ കോവിഡിന് ശേഷം ഇത് ആദ്യമായാണ് അമ്മ കേരളത്തിനകത്ത് യാത്ര ചെയ്യുന്നത്. കൂടാതെ മംഗലാപുരത്ത് നിന്ന് തുടങ്ങി കോഴിക്കോട്, അതുപോലെ തൃശ്ശൂർ, ഇപ്പോൾ കൊച്ചി. ഇത് കഴിഞ്ഞാൽ അമ്മ നാളെ അമൃതപുരിയിലേക്ക് മടങ്ങിപ്പോകുന്നു. അമ്മയുടെ യാത്രകളെന്നും ഒരു ആഘോഷമാണ്. കാരണം അമ്മയോടൊപ്പം ഒരു വലിയ സന്നാഹം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു 15ഓളം ബസ്സുകൾ, അതുപോലെ ഒരു 3-4 ട്രക്കുകൾ, കാറുകൾ, ഏതാണ്ട് ഒരു 600-700 പേരൊക്കെ ആണ് അമ്മയോടൊപ്പം അമ്മ എവിടെ പോയാലും യാത്ര ചെയ്യുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, അമ്മയുടെ ഭാരതയാത്ര, അതായത് അമൃതപുരി തുടങ്ങി കൽക്കട്ട വരെ ഉള്ള യാത്രകളും ഇതുപോലെ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ വിദേശ രാജ്യങ്ങളിലേക്ക് പോയാലും ഉള്ള യാത്രകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഇപ്പോൾ അമേരിക്കയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ ആദ്യമായി ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ സിയാറ്റിലിൽ ഇറങ്ങുന്നു. ഏതെങ്കിലും ഒരു നഗരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ഏതാണ്ട് ഒരു 11-12 സിറ്റികൾ, നഗരങ്ങൾ ഇതുപോലെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അവിടെയും ഒരു 5-6 വലിയ ബസ്സുകളും ട്രക്കുകളും ഒക്കെ ഉണ്ടാവും. ഒരു 400-500 പേർ അമ്മയോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടാവും. യൂറോപ്പിലാണെങ്കിലും ഇത് തന്നെയാണ്. അപ്പോൾ അമ്മ ലോകത്തിൽ എവിടെ പോയാലും അമ്മ യാത്ര ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതിനൊരുപാട് പ്രത്യേകതകളുമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സഞ്ചരിക്കുന്ന ആശ്രമം ആണ്. ഒരു മൊബൈൽ ആശ്രമത്തിൽ എന്തെല്ലാം നമ്മൾ ചിട്ടകൾ നടത്തുന്നുണ്ടോ, എന്തെല്ലാം നിഷ്ഠകളുണ്ടോ, എന്തെല്ലാം ആചാരങ്ങളുണ്ടോ, അവയെല്ലാം ഈ യാത്രയിൽ ഞങ്ങൾ പരിപാലിച്ചു പോരും. അതായത് എവിടെയെങ്കിലും നിർത്തിയിട്ട് അമ്മ എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുക്കുന്നു. അതിന് മുൻപായി ധ്യാനവും ജപവും ചോദ്യോത്തരവും ആധ്യാത്മിക സംഭാഷണങ്ങളും ഭജനയും ഒക്കെ ഉണ്ടാകും. അതെല്ലാം കഴിഞ്ഞാൽ ഈ ആഹാരം, അതിപ്പം ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചഭക്ഷണം, വൈകുന്നേരമാണെങ്കിൽ അത്താഴം, അത് അമ്മ ഇത്രയും പേർക്ക് അമ്മ തന്നെ കൊടുക്കും. ചിലപ്പോൾ ആ പരിസരത്തുള്ള ഭക്തന്മാരും ഒക്കെ ആ സമയത്ത് അവിടെ വന്നു എന്നിരിക്കാം. അപ്പോൾ എല്ലാം കൂടെ ഈ യാത്ര ചെയ്യുന്നവരും നാട്ടുകാരും ഭക്തന്മാരും എല്ലാവരും കൂടെ ഒരു 10,200 പേർ ആ സമയത്തുണ്ടാകും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊരു വലിയ ആഘോഷം ആണ് എന്ന്. അതായത് ഈ റോഡ് യാത്രയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഈ യാത്രയിൽ ആർക്കും അനുഭവപ്പെടാറില്ല. ഒരു ഉത്സവ പ്രതീതിയാണ്. ഉത്സവ പ്രതീതി എന്ന് ഞാൻ പറയുമ്പോൾ അത് വെറും കേവലം ബാഹ്യമായ ഒരു ആഘോഷമോ ആഹ്ലാദമോ അല്ല. ആന്തരികമായിട്ട് ഇതൊരു ആധ്യാത്മിക സാധനയായി മാറുന്നു, ഒരു ആധ്യാത്മിക യാത്രയായി മാറുന്നു. ആ യാത്ര എന്ന് പറയുമ്പോൾ അത് ശരീരം കൊണ്ടുള്ള യാത്ര മാത്രമല്ല, ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് ലെവലിൽ തന്നെ, നമ്മുടെ ഒരു ബോധതലത്തിൽ തന്നെ ഇത് നമ്മളെ ചില പ്രത്യേക തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ജീവിതത്തിൻ്റെ ചില നമ്മളറിയാത്ത ചില കാര്യങ്ങൾ, ചില മിസ്റ്ററീസൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ചൊക്കെ മനസ്സ് തുറന്ന് ഇരിക്കുന്ന ആളുകൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അത് ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് മാത്രം കണ്ടാൽ പോരാ, ആന്തരിക ചക്ഷുസ്സുകൾ കൊണ്ടും നോക്കാൻ കഴിഞ്ഞാൽ ഇതൊരു ശരിക്കും ഒരു റോഡിലൂടെ സഞ്ചരിക്കുന്ന കുറച്ച് വാഹനങ്ങൾ ഒന്നിച്ചു പോകുന്ന യാത്രയ്ക്കുപരി ആന്തരികമായ ഒരു യാത്ര, അതായത് നമുക്ക് നമ്മളെ കൂടുതൽ അറിയാൻ സാധിക്കുന്ന,
ഒരു യാത്ര കൂടിയായി മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒരു ആഘോഷം എന്ന് പറഞ്ഞത്, ഒരു ആനന്ദം എന്ന് വിവരിച്ചത്. ഏതായിരുന്നാലും അമ്മ എവിടെ പോയാലും അവിടെയെല്ലാം ഒരു അമൃതപുരി ഉണ്ടാകും. അമൃതപുരി എന്നത് അമ്മയുടെ ആശ്രമത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അല്ലെങ്കിൽ അമ്മയുടെ പ്രധാന ആശ്രമം സ്ഥിതി ചെയ്യുന്ന കരുനാഗപ്പള്ളിയിൽ, അത് പണ്ട് വള്ളിക്കാവ് എന്നറിയപ്പെട്ടിരുന്ന പറയകടവ് എന്നറിയപ്പെടുന്ന സ്ഥലം, അതിന്ന് അമൃതപുരിയാണ്. ഔദ്യോഗികമായി തന്നെ അമൃതപുരിയാണ്. അമൃതപുരി എന്ന് പറയുമ്പോൾ അത് ഒരു അമൃതം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അനശ്വരതയുണ്ട്. പുരി എന്ന് പറഞ്ഞാൽ നഗരമാണ്, അനശ്വരതയുടെ പുരി, നഗരം എന്ന്. അപ്പം ആ അമൃതപുരി എവിടെ പോയാലും സൃഷ്ടിക്കാൻ ഉള്ള ഒരു കഴിവ് അമ്മയ്ക്കുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഈ പരിപാടികൾ അവസാനിക്കുമ്പോൾ, ഇന്നലെയും ഇന്നും കൊച്ചിയിലുണ്ടായിരുന്നു, അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും 2 ദിവസം ഇതുണ്ടായിരുന്നു. അവിടെയെല്ലാം ഈ ആളുകൾ, ജനങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പോകുന്നത് അമ്മയുടെ ദർശനം എപ്പോൾ കഴിയുന്നു അപ്പോഴാണ്. ദർശനം കഴിയുന്നത് എപ്പോഴാണ്? അമ്മ രാവിലെ 11 മണിക്ക് വന്നാൽ അതിന് മുൻപ് തന്നെ അമ്മ ആളുകളെ കാണാൻ തുടങ്ങും. രാത്രിയിൽ ഇന്നലെ കഴിഞ്ഞത് 2:30 മണിക്കാണ്, 2:30, 2:45, 11 മുതൽ, രാവിലെ 11 മുതൽ അർദ്ധരാത്രി കഴിഞ്ഞ് 2:30 വരെ. ഇനിയിപ്പോൾ ഇതും ഇന്നത്തെ ദിവസവും ഏതാണ്ട് എനിക്ക് അതിൽ കൂടുതൽ പോകും, 3 മണി, 3:30, 4 മണിയാവും. അപ്പോൾ ഇത്രയും സമയം ഈ ആളുകൾ ഒരു ക്ഷീണവുമില്ലാതെ, വിശപ്പില്ലാതെ, ഉറക്കമില്ലാതെ എല്ലാം മറന്ന് അവരുടെ ഭൗതികമായ പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം മറന്ന് ഇവിടെ ഇങ്ങനെ ഈ ആനന്ദത്തിൽ മതിമറന്നിരിക്കുന്ന ഒരു കാഴ്ച. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ബുദ്ധിപരമായിട്ടോ യുക്തിപരമായിട്ടോ ഒന്നും ഇതിനെ വിശദീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ വിശദീകരിക്കുന്നത് അത് വിഡ്ഢിതമാണ്. കാരണം എല്ലാത്തിനെയും അങ്ങനെ ഒന്ന് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒന്നും അളക്കാനും അറിയാനും സാധിക്കില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഏതായിരുന്നാലും ഈ മംഗലാപുരം വരെ, ഇപ്പോൾ ഇവിടെ കൊച്ചി വരെ ഇതായിരുന്നു അനുഭവം. ഇവിടെ കൂടിയ 10,000-കണക്കിന് ആളുകൾ, അവരെല്ലാവരും, ഞാൻ പറയുന്ന ഈ ബസ്സിലും കാറിലും മറ്റു വാഹനങ്ങളിലുമായി അമ്മയോടൊപ്പം യാത്ര ചെയ്തവർ മാത്രമല്ല, മംഗലാപുരത്ത് മുതൽ കൊച്ചി വരെ ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഇങ്ങനെ ഒരു യാത്രയിലായിരുന്നു. അതത് സ്ഥലങ്ങളിലുള്ളവരുടെ യാത്ര എന്ന് പറയുന്നവരുടെ അത് അവരുടെ ആത്മീയമായ ഒരു ഉദ്ഗതി, ഒരു പരിണാമം, ഒരു പരിവർത്തനം അവരിൽ സൃഷ്ടിച്ച ഒരു യാത്രയായിരുന്നു 2 ദിവസം. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു മാനസിക ഉല്ലാസം, അവരിൽ അതുണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം, അവരുടെ ഒരു എനർജി ലെവൽ, അവരുടെ ജീവിതത്തിനോടുള്ള ഒരു മനോഭാവം, അതിൽ കുറച്ചൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം അമ്മയെ കാണുമ്പോൾ ജീവിതം മറിയുന്ന, പരിവർത്തനം ചെയ്യപ്പെടുന്ന ആളുകളുണ്ട്. ഒരു 180 ഡിഗ്രി തിരിഞ്ഞു പോകുന്ന ജീവിതങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വന്തം അനുഭവം തന്നെ അങ്ങനെയാണ്. അപ്പം ഈ ചലനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പോസിറ്റീവായ ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിവർത്തനം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന ഒരു യാത്രയാണിത്. അത് ബാഹ്യമായതിനേക്കാൾ ഏറെ ആന്തരികമായ യാത്രയാണ്, ആധ്യാത്മിക യാത്രയാണ്, അവനവനിലേക്കുള്ള യാത്രയാണ്. അത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുന്ന കാഴ്ചപ്പാട് മാറും. കാഴ്ചപ്പാട് മാറിയാൽ നമുക്ക് എന്തിനെ നേരിടാൻ ഒരു ധൈര്യമുണ്ടാകും, ഒരു ആത്മവിശ്വാസമുണ്ടാകും, ഒരു ശക്തി ഉണ്ടാകും. അമ്മ പറയുന്നത് പോലെ നമ്മളാരും ഒറ്റയല്ല, നമ്മളാരും ഒറ്റയ്ക്കല്ല. ഈ വിശ്വം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ട്. പക്ഷേ അതിന് വിശ്വാസം വേണം. വിശ്വാസം എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ മനസ്സിനെ നിർത്താനുള്ള ശക്തിയാണ്. ഈ നിമിഷത്തിൽ മനസ്സിനെ നിർത്തിയാൽ മാത്രമേ മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുകയുള്ളൂ. ആ മുന്നോട്ട് ഗമിക്കാനുള്ള ശക്തി നൽകുന്ന യാത്രയായിരുന്നു ഇത്. അത് ഈ കൊച്ചിയിലെ ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് അവസാനിക്കുന്നില്ല.
ഓരോ ജീവൻ്റെയും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ കൂടി, അതിനുള്ള തയ്യാറെടുപ്പ് ഈ സഞ്ചാരത്തിലൂടെ അമ്മ ഓരോ മനസ്സിലും അതിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ടേയിരിക്കുന്നു. അത് അങ്ങനെ അനസ്യൂതം തുടരും. ഓം അമൃതേശ്വരിയെ നമഃ.